കർത്താവെ അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. Father God, tonight we give you the praise, we give you the glory, God, tonight as we are in your divine holy presence, Master കർത്താവെ. ഈ രാത്രികാലം കർത്താവെ അങ്ങ് ഞങ്ങളോട് ഇടപെടണം. ഞങ്ങളുടെ ഹൃദയത്തോട്, ഞങ്ങളുടെ മനസ്സിനോട് കർത്താവെ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുന്നത് മാത്രമല്ല കർത്താവെ, സംസാരിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ അതിനാൽ വ്യത്യാസം സംഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതിനുള്ള കൃപയും കർത്താവെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പറയുന്ന എൻ്റെ ജീവിതത്തിലും എൻ്റെ ചിന്തകളിലും എൻ്റെ നടപ്പിലും വിചാരത്തിലും സ്വഭാവത്തിലും രീതികളിലും വ്യത്യാസം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതത്തിലും കർത്താവെ അങ്ങയുടെ വചനത്തിൻ്റെ ക്രിയ നടക്കുമാറാകട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. ഹല്ലേലൂയ. സോ നമുക്ക് ഇന്നത്തെ വചന ശുശ്രൂഷ നമുക്ക് പതുക്കെ തുടങ്ങാം. 1 മണിക്കൂർ സമയമുള്ള, അല്ലെങ്കിൽ അറൗണ്ട് 9 o'clock അത് വിത്ത് യു. അതിനു മുമ്പായിട്ട് ഞാൻ ഡാനിയൽ പുസ്തകത്തിൽ നിന്നും, ബുക്ക് ഓഫ് ഡാനിയലിൽ നിന്നും സക്കറിയ ആൻഡ് കംപ്ലീറ്റ് ബുക്ക് ഓഫ് റെവലേഷൻ, ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ബുക്ക് ഓഫ് റെവലേഷൻ, അതിനെക്കുറിച്ചുള്ള ടീച്ചിങ് മെയ് മാസത്തിൽ we will start sometime in the month of May. Okay, and we will see how we can do that, how we can progress on those books. Amen. ഇപ്പോൾ ഉള്ള ക്ലാസ്സുകളൊക്കെ അതിനോടുള്ള ഇൻട്രഡക്ടറി ക്ലാസ്സസ് ആണ് എന്ന് വേണം നിങ്ങൾ കരുതാനായിട്ട്. ഓക്കെ, സോ ബുക്ക് ഓഫ് ഡാനിയലും ബുക്ക് ഓഫ് റെവലേഷനുമാണ് എൻഡ് ടൈംസിനെ കുറിച്ച് നമ്മളോട് സ്പഷ്ടമായിട്ടും വ്യക്തമായിട്ടും സംസാരിക്കുന്ന പുസ്തകങ്ങൾ, വചനങ്ങൾ അവിടെയാണ്, അതിലാണ് ഉള്ളത്. അപ്പം അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷവും. നമ്മളിപ്പോൾ ശരിക്കും മത്തായിയുടെ സുവിശേഷങ്ങളിൽ കൂടെ മാത്രമാണ് ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ കടന്നു പോകുന്നത്. കൂടാതെ 2-3 എപ്പിസോഡ്സിൽ നമ്മൾ വചനങ്ങൾ എടുക്കാറുണ്ട്. സോ ഇന്നത്തെ വചന ധ്യാനത്തിനായിട്ട് ഓക്കെ, നമുക്ക് as I said before, 2 kingdoms ഉണ്ട്. There are 2 kingdoms. One is the kingdom of God and other is the kingdom of Satan. And ഈ 2 കിങ്ഡംസ് തമ്മിൽ ദൈവരാജ്യമുണ്ട്. അപ്പം ദൈവരാജ്യത്തിനെതിരെയാണ് പിശാചിൻ്റെ സാമ്രാജ്യം അല്ലെങ്കിൽ പിശാചിൻ്റെ കിങ്ഡം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പിശാചിന് അവൻ്റെ അന്ത്യം അറിയാം. എങ്ങനെയാണ് കഥ മുന്നോട്ട് പോകുന്നതെന്ന് അവനൊന്ന് വ്യക്തമായിട്ട് അറിയാം. എന്നിരുന്നാലും അവന് ഉള്ള സമയത്തിന് അവൻ മാക്സിമം ഡിസ്ട്രക്ഷൻ ചെയ്യുവാനായിട്ടാണ് അവന് ശ്രമിക്കുന്നത്. അപ്പം അതിനായിട്ട് അവൻ പല വഴികൾ, പല രീതികൾ അവൻ നോക്കുന്നുണ്ട്. അപ്പം അവൻ്റെ വഴികൾ കഴിഞ്ഞ 6000 വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. തലമുറകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഈ അന്തിക്രിസ്തു എന്ന് പറഞ്ഞിട്ടുള്ള സാധനം പലപ്പോഴായിട്ട് അതിൻ്റെ ഷാഡോസ് വെളിപ്പെട്ടിട്ടുണ്ട്. നമുക്ക് പുതിയ നിയമത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇപ്പോൾ തന്നെ അന്തിക്രിസ്തുവിൻ്റെ വ്യാപാരം നടക്കുന്നുള്ളതായിട്ട് നമ്മൾ വായിക്കുന്ന വചനങ്ങളുണ്ട്. അപ്പം സോ ദി സ്പിരിറ്റ് ഓഫ് ആൻറ്റി ക്രൈസ്റ്റ് ഹാസ് ബീൻ ഇൻ ഓപ്പറേഷൻ. ആൻഡ് പക്ഷേ ഇതിൻ്റെ അതൊരു ഫൈനൽ മാനിഫെസ്റ്റേഷൻ ഓഫ് ആൻറ്റി ക്രൈസ്റ്റ് ഉണ്ടാകും. ആൻഡ് ദാറ്റ് വിൽ ബി ഡ്യൂറിങ് ദ ടൈം ഓഫ് ട്രിബുലേഷൻ. പക്ഷെ ആ സമയത്ത് നമ്മൾ ആരും ഇവിടെ ഉണ്ടാകത്തില്ല, നമ്മളൊക്കെ എടുത്തപ്പെട്ടിരിക്കും. ആമേൻ. അപ്പം അന്തിക്രിസ്തു അല്ലെങ്കിൽ ദ സ്പിരിറ്റ് ഓഫ് ആൻറ്റി ക്രൈസ്റ്റ് സാധാരണ നമ്മൾ വചനത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ 2 കൊറിന്ത്യൻസ് 11 അധ്യായം 14 വാക്യം ഒന്ന് വായിക്കുക. സിസ്റ്റർ ജൂലി ഒന്ന് വായിക്കുക. 2 കൊറിന്ത്യൻസ് 11 അധ്യായം 14 വാക്യം.
സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. ആകയാൽ അവന്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമല്ല, അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്കൊത്തതായിരിക്കും. യെസ്. സോ സാത്താൻ വെളിച്ചദൂതന്റെ രീതിയിലാണ് അവൻ മനുഷ്യരുടെ മുമ്പേ വെളിപ്പെടുന്നത്. Satan വെളിച്ചദൂതന്റെ, for Satan himself transform himself into an angel of light. So that is one of the predominant ways in which Satan manifests or is manifested partially in this world. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മൾ കടന്നു പോകുന്നിട്ടുള്ള ഈ ലോകത്ത് സാത്താൻ വെളിപ്പെടുന്നത് വെളിച്ചദൂതന്റെ മാതിരിയാണ്, അല്ലെങ്കിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വെളിച്ചദൂതനായിട്ടാണ് അവൻ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കൂട്ടരെ കുറിച്ച് ഞാൻ സംസാരിച്ചു. ലോകത്തൊരു വളരെ പ്രബലരായിട്ടുള്ള അല്ലെങ്കിൽ ശക്തമായിട്ടുള്ളൊരു ഒരു കൂട്ടം ആൾക്കാരുണ്ട്. 17-ാം നൂറ്റാണ്ട് മുതൽ, അത് 18-ാം നൂറ്റാണ്ട് മുതൽ അവരുടെ ആക്ഷൻസ് ഈ ലോകത്ത് വളരെ ശക്തമായ രീതിയിൽ പല മേഖലകളിൽ പല മണ്ഡലങ്ങളിൽ അത് വെളിപ്പെട്ട് തുടങ്ങിയതാണ്. അപ്പം ഈ കൂട്ടനാണ് ലോകത്തിലുള്ള നല്ലൊരു ശതമാനം കോടതികളെ നിയന്ത്രിക്കുന്നത്, ജഡ്ജിമാരെ നിയന്ത്രിക്കുന്നത്, ഗവൺമെൻറ്റുകളെ നിയന്ത്രിക്കുന്നത്. ഏത് എലക്ഷൻ വരുമ്പോഴത്തേക്ക് ആര് ജയിക്കണം, ആരധികാരത്തിൽ വരണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഇവരാണ്. അപ്പം ഇവര് വെളിച്ചദൂതന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വെളിച്ചദൂതനെ പോലെയാണ്. അവരുടെ പേരും ആ സംരംഭത്തിന്റെ അല്ലെങ്കിൽ ആ സംരംഭത്തിന്റെ പേരും അതിനോട് സാദൃശ്യമായിട്ട് തന്നെയാണ് ആ പേരും ഉള്ളത്. അപ്പം അവരാണ് കോർട്ട് ഹൗസസ്, ഗവൺമെന്റ്സ്, എലക്ഷനിൽ ആര് ജയിക്കണമെന്നൊക്കെ തീരുമാനിക്കുന്ന ഇവരാണ്. അപ്പം അതുപോലെ തന്നെ ലോകത്തിലുള്ള ലോകത്തിലുള്ള നല്ലൊരു ശതമാനം ബിസിനസ്സുകളെയും അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് ബിസിനസ്സസ് കൺട്രോൾ ചെയ്യുന്നത് ഇവരാണ്. ഇവനാണ് ലോകത്തിന്റെ ഫിനാൻഷ്യൽ സിസ്റ്റംസ് കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവർ തന്നെയാണ് ലോകത്തിലെ എഡ്യൂക്കേഷണൽ സിസ്റ്റം കൺട്രോൾ ചെയ്യുന്ന ഇവരാണ്. ഓക്കെ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ അമേരിക്കയിലെ കോർട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥനയും ക്രിസ്തീയ പ്രാർത്ഥനകളും ബൈബിള് വായനകളും സ്കൂളുകളിൽ നിരോധിക്കുകയുണ്ടായി. അതിനുശേഷം അവിടുത്തെ കോടതികൾ സേറ്റനിസം സ്കൂളുകളിൽ പഠിപ്പിക്കുവാനും അല്ലെങ്കിൽ സേറ്റനിസം അതുമായിട്ട് ബന്ധിച്ചുള്ള കാര്യങ്ങൾ സ്കൂളിൽ നടക്കുവാനും മറ്റുള്ള അനുവാദം കൊടുത്തു. അപ്പം അവിടെ ഇപ്പം നടക്കുന്നതെന്ന് വെച്ചാൽ ആഫ്റ്റർ സ്കൂൾസ് 4 മണി കഴിഞ്ഞാൽ അവിടെ സേറ്റൻ ക്ലബ്സ് ഉണ്ട്. അവിടെ പിള്ളേർക്ക് സേറ്റനിസത്തെ കുറിച്ച് പഠിപ്പിക്കുക അവർ. അപ്പം അതിൻ്റെ അത് നമ്മൾ മുഖ്യമായിട്ടും കാണേണ്ട ഒരു കാരണം എന്തെന്ന് വെച്ചാൽ, അന്ന് സേറ്റനിസ് കോടതിയിൽ വാദിച്ചപ്പോഴത്തേക്ക്, കോടതിയിലോട്ട് ആവശ്യം പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് ക്രിസ്തീയ വിശ്വാസത്തിൽ വളരുവാണെങ്കിൽ പിള്ളേരിൽ ഒരു ദൈവഭയം ഉണ്ടാകും. അവർക്ക് ഭയം ഉണ്ടാകുകയാണെങ്കിൽ അവരുടെ കഴിവുകൾ വികസിപ്പിക്കുവാനായിട്ട് സാധിക്കത്തില്ല. അതേസമയം അതുകൊണ്ടാണ് അപ്പോൾ ലൂസിഫറിൻ്റെ കൂടെ ആണെങ്കിൽ ആ ഭയം ഉണ്ടാകത്തില്ല. അപ്പോൾ അവരുടെ കഴിവുകൾ വികസിപ്പിക്കാൻ സാധിക്കും. അങ്ങനെയാണ് അവർ കോടതിയുടെ അനുകൂലമായ ഉത്തരവ് അവർ നേടിയത്. അങ്ങനെയാണ് അവരവിടെ പഠിപ്പിക്കാൻ തുടങ്ങിയത്. അപ്പം ഒരു കാര്യം ഇവിടെ പറഞ്ഞോട്ടെ, അന്ന് കോടതിയിലുണ്ടെന്ന 4 ജഡ്ജിമാരുള്ള ബെഞ്ചായിരുന്നു ആ വിധി പ്രഖ്യാപിച്ചത്. ആ 4 ജഡ്ജിമാരും ഞാൻ മുമ്പേ പറഞ്ഞ കൂട്ടരുടെ ആൾക്കാർ തന്നെയായിരുന്നു. ഓക്കെ, ആൻഡ് 2000 UK സേറ്റനിസത്തെ മതമായിട്ട് അംഗീകരിക്കുകയും
അവിടെ സേറ്റൻ്റെ പള്ളികൾ തുടങ്ങാനായിട്ട് അനുവാദം കൊടുക്കുകയും അവിടുത്തെ ഗവൺമെൻറ്റിൽ തന്നെ അവിടുത്തെ നേവി ആർമിയിലൊക്കെ അങ്ങനത്തെ ചാപ്പിൾസ്, ഗവൺമെൻറ് ശമ്പളത്തോടുള്ള ചാപ്ലിൻസിനെ അപ്പോയിൻ്റ് ചെയ്ത് അങ്ങനത്തെ ചർച്ചുകൾ നടക്കുന്നത്. ആമേൻ. അതിനോടനുബന്ധിച്ച് ഇംഗ്ലണ്ട് കഴിഞ്ഞ ശേഷം അമേരിക്കയിലും സൈറ്റനിസം അംഗീകരിക്കപ്പെടുകയുണ്ടായി. അതുപോലെ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്, അതിൻ്റെയൊക്കെ ഒരു ഇതായിട്ടാണ് ഇന്ത്യയിലും ലെസ്ബിയൻ മാരേജ്, ഗേ മാരേജസ് നിയമമായിട്ട് വരികയും, അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പം നമുക്കറിയാം, നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഒരു പക്ഷേ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ കാണുന്ന പടം പല നിറങ്ങളുള്ള അല്ലെങ്കിൽ പല വർണ്ണങ്ങളിലുള്ള പടമാണ് ചിലപ്പോൾ സ്ക്രീനിൽ ആദ്യം നമ്മൾ ലാപ്ടോപ്പ് അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ കാണുന്നത്. അതിൽ ചില പടങ്ങളിലൊക്കെ അതിലുള്ള ചില പടങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം മഴവില്ലിൻ്റെ രൂപത്തിലായിരിക്കും, മഴവില്ലിൻ്റെ കളറുകളുള്ള ലൈൻസ് ആയിരിക്കും വരുന്നത്. ഈ റെയിൻബോ ഫ്ലാഗ്സ് എന്ന് പറയും, റെയിൻബോ ഫ്ലാഗ് അല്ലെങ്കിൽ റെയിൻബോ കൊടികൾ, അത് ശരിക്ക് ഈ ലെസ്ബിയൻ ഗേ അവരുടെ കൊടിയാണ്. അവരെ അംഗീകരിക്കുകയും അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ടുള്ള ചിഹ്നമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലാഗാണ് റെയിൻബോ കളേഴ്സുള്ള ഫ്ലാഗ്. അപ്പം നമ്മളെല്ലാം അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെയൊക്കെ മധ്യത്തിലൂടെ നമ്മൾ നടക്കുന്നത്. ഓക്കെ, അപ്പം അതുകൊണ്ട് നമ്മൾ ജാഗരൂകരായിരിക്കണം. വി ഷുഡ് ബി എക്സ്ട്രാ കെയർഫുൾ. നമ്മൾ ഒന്നിനാലും കണ്ടാമിനേറ്റ് ആകാതിരിക്കുവാൻ, നമ്മൾ ഒന്നിനും കളങ്കപ്പെട്ടു പോകാതിരിക്കുവാനായിട്ട് നമ്മൾ അത്യധികം നമ്മൾ ശ്രദ്ധിക്കുന്നവരായിരിക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഈ ഫോളൻ ഏഞ്ചൽസിനെ കുറിച്ച്. ഓക്കെ, ഫോളൻ ഏഞ്ചൽസ് ഡാനിൻ്റെ പുസ്തകത്തിൽ നമ്മൾ മനസ്സിലായി, they are in the second heavens and സയൻറ്റിഫിക് ആയിട്ട് അവർ ഫോളൻ ഏഞ്ചൽസിനെ വിളിക്കുന്നത് ഏലിയൻസ് എന്നാണ്. ആൻഡ് ലെറ്റ് മീ ജസ്റ്റ് ഷോ യു എ പിക്ചർ. പിക്ചർ കാണിക്കാൻ പറ്റുമോ നോട്ടെ, എന്താണ്? ലെറ്റ് മീ ജസ്റ്റ് സീ. ഈ പടം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല നിങ്ങൾക്ക്. ഈ പടം ശ്രദ്ധിച്ചോ? ഈ പടം അലാസ്കയിലെ ഗവൺമെന്റ് അവരുടെ ഗവൺമെന്റ് മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് സേറ്റനോട് പ്രാർത്ഥിക്കുന്ന രംഗമാണിത്. അലാസ്കയില് അവർ ഗവൺമെന്റുമായിട്ട് സംബന്ധിച്ച് എന്തൊരു മീറ്റിംഗ് തുടങ്ങുന്നതിന് സേറ്റനോട് പ്രാർത്ഥിക്കാൻ അവർ. ഓക്കെ, ആൻഡ് ഇതാണ് ഈ ആഫ്റ്റർ സ്കൂൾ സേറ്റൻ ക്ലബിൻ്റെ തിങ്സ്. ഇതിൻ്റെ താഴെ ഒരു വട്ടത്തിലൊരു സാധനമുണ്ട്, അതാണ് സേറ്റൻ അവരുടെ എംബ്ലം. ഇതൊക്കെ അതിൻ്റെ ഭാഗങ്ങളാണ്. I just want to show you some other figure. ഇത് ബറാക്ക് ഒബാമ, സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനെ കാണുന്നതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കണ്ടോ, ഈ പടത്തിൽ കാണുന്ന 3 പേര്, സ്റ്റീഫൻ ഹോക്കിൻസും മറ്റേത് മില്ലർ എന്ന് പറഞ്ഞിട്ടൊരു റഷ്യയിലെ ഒരു വലിയ ശതകോടീശ്വരനാണ്. ഇപ്പുറത്തെ ആള് നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൻ്റെ ഉടമസ്ഥനാണ്. അപ്പം ഈ പർട്ടിക്കുലർ പടം എന്ന് പറഞ്ഞാൽ സ്റ്റീഫൻ ഹോക്കിൻസും മറ്റേ 2 പേരുടെ കൂടിയിട്ട് ആൽഫ സെഞ്ചുറിയൻ എന്ന് പറഞ്ഞിട്ടൊരു ഒരു നക്ഷത്ര കൂട്ടങ്ങളുണ്ട്. ആൽഫ സെഞ്ചൂറി അങ്ങനെ ഒരു പേരില്ല.
അങ്ങനെ ഒരു നക്ഷത്ര കൂട്ടായ്മയുണ്ട്. അപ്പം ഇവര് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത് അവിടെയാണ്, അല്ലെങ്കിൽ അവിടെ നല്ലൊരു ശതമാനം ഫോളൻ ഏഞ്ചൽസിൻ്റെയും കൂടാരമാണെന്നാണ് അവർ കരുതുന്നത്. അപ്പം അവരെക്കുറിച്ച് പഠിക്കുവാനും അവരുമായിട്ട് ബന്ധപ്പെടുവാനുമായിട്ട് അതിനായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരുടെ പുറപ്പാട്. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കേണ്ടത് സയൻസും പൈസയും കൂടെ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സയൻസും പൈസയും കൂടെ ഒരുമിച്ച് എന്താണ് അവരുടെ ലക്ഷ്യമെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്കത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചൈനയിൽ ഇതേ ഉദ്ദേശത്തിൽ ചൈനീസ് ഗവൺമെൻറ് ഒരു വലിയ ടെലിസ്കോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ടെലിസ്കോപ്പിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ 30 ഫുട്ബോൾ സ്റ്റേഡിയം, 30 ഫുട്ബോൾ ഗ്രൗണ്ട്സ്, അത്ര വലിപ്പത്തിലാണ് ആ സ്റ്റേഡിയം ആ ടെലിസ്കോപ്പിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ പിന്നെ നമ്മുടെ പിള്ളേർ കാണുന്ന കാർട്ടൂൺസ്, നമ്മുടെ പിള്ളേർ ഈ കളിക്കുന്ന കമ്പ്യൂട്ടർ ഗെയിംസ്, അത് നല്ലൊരു ശതമാനവും സെറ്റാനിക് ഇൻഫ്ലുവൻസ് ഉള്ളതാണ്. എല്ലാമാണെന്നല്ല പറയുന്നത്, നല്ലൊരു ശതമാനവും സെറ്റാനിക് ഇൻഫ്ലുവൻസ് ഉള്ളതാണ്. ഒരുപക്ഷെ നമ്മൾ മാതാപിതാക്കളെ പിള്ളേരെ കരയുമ്പം അവർക്ക് ഫോൺ എടുത്തു കൊടുക്കും, അല്ലെങ്കിൽ മറ്റേ എടുത്തു കൊടുക്കും, നിങ്ങൾ കളിച്ചോളാൻ പറയും. അവരെന്താ കളിക്കുന്നതെന്ന് ചില മാതാപിതാക്കൾ നോക്കാറില്ല. കുറച്ച് കഴിയുമ്പോൾ പിള്ളേരുടെ വഴിക്ക് പോകും. അവരെ നഷ്ടപ്പെട്ടു പോകാനായിട്ട് വളരെയധികം സാധ്യതയുണ്ട്. അപ്പം നമ്മളത് മനസ്സിലാക്കണം. ഈ കാർട്ടൂണുകളിലൂടെ വീഡിയോ ഗെയിംസിലൂടെയൊക്കെ what Satan is trying to do is they are trying to influence the generation. They are trying to influence our mental process, our thought process. നമ്മുടെ ചിന്താ മണ്ഡലങ്ങളെ അവരറിയാതെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ്. ഇപ്പം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമ്മൾ ബൈബിളിൽ നിന്ന് വായിച്ചു, സേറ്റൻ വരുന്നത് വിളിച്ച ദൂതൻ്റെ ഡ്യൂപ്ലിക്കേറ്റാണ് അവൻ വരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും പിള്ളേരൊക്കെ ഇതൊക്കെ കളിക്കുമ്പം ഇങ്ങനെ വെടിവെക്കുകയും മറ്റേത് ചെയ്യുകയും മറ്റേതൊക്കെ ചെയ്യുമ്പോൾ ഒക്കെ ഈവൻ വെടിവെപ്പൊന്നും അല്ലാത്ത കാർട്ടൂൺസ് വരെ, സിംഹത്തിൻ്റെയും എന്താണ് എൻ്റെ പേരറിയാം, പേര് ഞാൻ പറയുന്നില്ല, പക്ഷെ സിംഹത്തിൻ്റെ ചില കാർട്ടൂൺ മൂവീസൊക്കെ ഉണ്ട്, ലോക പ്രശസ്തമായിട്ടുള്ള. അതൊക്കെ ഇതിൻ്റെ all of it is on the same family. ലോകത്ത് തന്നെ ഇപ്പം ഈ പൈശാചിക ശക്തികൾ ലോകത്ത് നിന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവര്, 2020 ആണെന്നത് 2019 ജീവിച്ചിട്ടുണ്ടായിരുന്നവരാ, ഇപ്പോഴും ജീവിക്കുന്നുണ്ടായിരിക്കും. അതിലൊരു അറിയപ്പെടുന്ന ആയിട്ടുള്ളൊരു 2500 വ്യക്തികളെ, 2000 തൊട്ട് 2500 വ്യക്തികളെ ഭൂമിയിൽ നിന്ന് അവർ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അവർ കൊണ്ടുപോയി ചിലപ്പം കുറച്ച് മണിക്കൂറുകൾക്കായിരിക്കാം, ചിലപ്പം ദിവസങ്ങൾക്കായിരിക്കാം, ചിലപ്പോൾ മാസങ്ങളായിരിക്കാം. കൊണ്ടുപോകുന്നവരിൽ ആണുങ്ങളുണ്ടാവും, പെണ്ണുങ്ങളുണ്ടാവും. ചിലപ്പോൾ പെണ്ണുങ്ങൾ തിരിച്ചു വരുന്നത് ഗർഭിണികളായിട്ടാണ് വരുന്നത്. അപ്പം ഇങ്ങനെ അതിന് വന്ന് അബ്ഡക്റ്റഡ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. അബ്ഡക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരിൽ ഒരാൾ തന്നെ ഏതാണ്ട് 450 ഏലിയൻ മൂവീസ് അയാൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൈശാചിക മണ്ഡലത്തിന്റെ കൾച്ചർ അല്ലെങ്കിൽ അവരുടെ സിവിലൈസേഷൻ മനുഷ്യരുടെ ഇടയിലേക്ക് ഇറക്കുക എന്നുള്ളതാണ്.
ഇപ്പം നമ്മൾ അതുപോലത്തെ മൂവീസ് കാണാൻ തുടങ്ങുന്നവരാണെങ്കിൽ ഇപ്പം 1 കണ്ടു 2 കണ്ടു 3 കണ്ടു ഇതിങ്ങനെയൊക്കെ കുറെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമുക്കും അതൊരു രസമായിട്ട് തോന്നും. അല്ലെങ്കിൽ ആ കൾച്ചർ നമ്മൾ അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറയും, ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഫൈനാൻഷ്യൽ സിസ്റ്റംസ്, ഞാൻ ആദ്യം പറഞ്ഞു, ഓൾ ദിസ് ഈസ് കൺട്രോൾഡ് ബൈ ദം, ഫൈനാൻഷ്യൽ സിസ്റ്റം. അതുകൊണ്ടാണ് നമ്മളിൽ പലരും വിശ്വസിക്കുന്നത് ജോലി പോയാൽ എൻ്റെ കാര്യം കഴിഞ്ഞുവെന്ന്. അതുകൊണ്ടാണ് നമ്മളിൽ പലരും, ക്രിസ്ത്യാനികളായിട്ടുള്ള നമ്മളിൽ പലരും, നമ്മുടെ ഏറ്റവും വലിയ പ്രാർത്ഥനാ വിഷയം ജോലിയാണ്. നമ്മുടെ ഏറ്റവും വലിയ പ്രാർത്ഥനാ വിഷയം ജോലിയാണ്. ശമ്പളം ഇല്ലാതാകുകയോ ശമ്പളം കുറയ്ക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ ഭയങ്കര ആദിയാണ്, നമുക്ക് ഭയമാണ് അതിനെക്കുറിച്ച്. See, because people have become so dependent on world system. ഈ വേൾഡ് സിസ്റ്റത്തിന്റെ ദൈവമാണ് പിശാച് എന്ന് പറഞ്ഞവൻ. He is a god of this world. അങ്ങനെയാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. He is a god of this world. അവന്റെ സിസ്റ്റത്തിനാണ് ഇത് മുഴുവൻ നിൽക്കുന്നത്. അതിൽ അറിഞ്ഞോ അറിയാതെയോ ക്രിസ്ത്യാനികളും വിശ്വാസികൾ എന്ന് പറയുന്ന നല്ലൊരു ശതമാനം ആൾക്കാരും അതിന്റെ ഭാഗമാകുകയാണ്. സോ ഹി ഹാസ് ഗെയിൻഡ് അഡ്വാൻറ്റേജ് ഓവർ ദം. വിശ്വാസികളെ അവന്റെ ചൊൽപ്പടിയിൽ നിർത്താനായിട്ട് അവന് സാധിക്കുന്നുണ്ട്. നമ്മളിതൊക്കെ തിരിച്ചറിയണം. രണ്ടാമത് അപ്പം ഓക്കെ, ദൈവം അതിൽ പെടാതിരിക്കാനുള്ള വഴികൾ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ പലരും അത് കേൾക്കാറില്ല. So okay, now see we should understand that. അപ്പം ഇങ്ങനെ നടന്നു പോകുന്ന ഈ ലോകത്ത് we should understand the world is getting ready for the Antichrist. അന്തിക്രിസ്തുവിനായിട്ട് ലോകം, അന്തിക്രിസ്തുവിന്റെ ഫൈനൽ ഫുൾഫിൽമെന്റിനായിട്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു ഇതിനു മുമ്പ് പല പല തരത്തിലുള്ള അല്ലെങ്കിൽ ഷാഡോസ് ഓഫ് ആന്റിക്രൈസ്റ്റ് were there, but now the world is getting ready for the Antichrist to manifest into this world. അതിനോടനുബന്ധിച്ചാണ് വൺ വേൾഡ് ഗവൺമെന്റ് നമ്മൾ ബ്രീഫായിട്ട് സംസാരിച്ചു. വൺ വേൾഡ് ഗവൺമെന്റ് 2015 ബ്ലഡ് മൂൺ ദിവസം UN വെച്ചിട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ള പേരിൽ അവരൊരു ട്രീറ്റി അല്ലെങ്കിൽ അവരൊരു റെസൊല്യൂഷൻ, അവരൊരു അജണ്ട പാസ്സാക്കി. ആ അജണ്ടയുടെ തീരുമാനപ്രകാരം 2030 മുമ്പായിട്ട് അവര് പറഞ്ഞത് നടത്താനായിട്ടുള്ള ആണ് അവർ നോക്കുന്നത്. ഓക്കെ, ആൻഡ് അതങ്ങനെയാണ് വൺ വേൾഡ് വൺ വേൾഡ് ഗവൺമെന്റ്. അതുപോലെ തന്നെയാണ് വൺ വേൾഡ് റിലിജിയൻ. ഈവൻ ഫോർ ദാറ്റ് വേൾഡ് ഈസ് മൂവിങ് ടുവേർഡ്സ് ദാറ്റ്. അടുത്ത മാസം അതിനോടനുബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു. ഈ വർഷം തന്നെ സെപ്റ്റംബർ മാസത്തിൽ വിപുലമായിട്ടുള്ളൊരു കമ്മിറ്റി വിളിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഈ കൊറോണ വൈറസ് വന്നതുകൊണ്ട് ലോകത്തിൻ്റെ ഫിനാൻഷ്യൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്ട്രക്ചർ അല്ല, ലോകത്തിൻ്റെ എക്കണോമി ഒത്തിരി ഡൗൺ ആയി പോയിട്ടുണ്ട് അല്ലേ. പല രാഷ്ട്രങ്ങളും IMF-നോട്, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിനോട്, വേൾഡ് ബാങ്കിനോട് ലോൺ ചോദിച്ചിട്ടുണ്ട്. രണ്ടാഴ്ച മുമ്പത്തുള്ള കണക്ക് പ്രകാരം 130 രാഷ്ട്രങ്ങൾ അവരോട് ലോണിനായിട്ട് അപേക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അതിനോട് കൂടെ വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. സോ IMF ഇപ്പം
കൊടുക്കാൻ പോകുന്ന ലോണ്, IMF ഈസ് ഗോയിങ് ടു കം ഔട്ട് വിത്ത് എ ന്യൂ കറൻസി. പുതിയൊരു കറൻസി ആയിട്ട് ഒരു വരാൻ തുടങ്ങുകയാണ്. ഇപ്പോഴായിരിക്കത്തില്ല, പക്ഷെ വരുന്ന ആളുകളിൽ അതുമായിട്ടനുബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പം സോ വി ആർ കമ്മിങ് ടു വൺ കറൻസി. ലോകം മുഴുവൻ ഒരു കറൻസി ആക്കാനായിട്ടാണ് നോക്കുന്നത്. അതിനോടനുബന്ധിച്ച് നമ്മൾ കാണേണ്ടതാണ് ID 2020 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ വലിയ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരുടെ സംരംഭമാണ് ID 2020. അതായത് ഈ വർഷം തന്നെ 2020 തന്നെ അവർക്ക് ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ഒരു സ്പെസിഫിക് ഐഡൻറ്റിഫിക്കേഷൻ കൊടുക്കണം. ഓക്കെ, അപ്പം അതിനായിട്ട് അവർ അമേരിക്കയിലെ തന്നെ ഒരു യൂണിവേഴ്സിറ്റിയോടാണ് അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് പഠനം നടത്താനും. അപ്പം അവരൊരു റിപ്പോർട്ട് വന്നിരിക്കുന്നത് ക്വാണ്ടം ടാറ്റു എന്ന പേരിലെങ്ങാണ്ട് ഒരു സ്പെസിഫിക് അങ്ങനത്തെ ഒരു രീതിയിലാണ് അവരത് കൊണ്ടുവരുന്നത്. കാരണം ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും അങ്ങനെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ടാകും. അപ്പം ഈ കൊറോണ വാക്സിനുമായിട്ട് ബന്ധപ്പെടുത്തി അതിനൊത്തിരി കണക്ഷൻസ് ഉണ്ട്. ഇത് വാക്സിൻ എടുത്തവർക്ക് ഇത് വേണമെന്ന് പറയുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. സോ when you look at all those things, ഞാൻ മാർക്ക് ഓഫ് ദ ബീസ്റ്റിനെ കുറിച്ച് അതിലോട്ട് നമ്മൾ പോകുന്നില്ല ഇപ്പം. എന്നാലും the thing is that this is how the world is thinking. ഇങ്ങനെയാണ് രാഷ്ട്ര നേതാക്കന്മാർ ചിന്തിക്കുന്നത്. This is how they are thinking. ഇപ്പം ഒരുപക്ഷെ നിങ്ങൾ സംശയം, ഇപ്പൊ വൺ വേൾഡ് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ കീഴിൽ 10 റീജിയൻസ് ഉണ്ടാകും കേട്ടോ. അങ്ങനെ ബൈബിൾ അങ്ങനെ പറയുന്നത്. There will be 10 regions and above that only one man will be there. So അപ്പം ഞാൻ പറഞ്ഞത് the entire globe is thinking like that. So അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകണം, the coming of the Lord is very very near. Hallelujah. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഈ പടം മാറ്റാം. You can change it on the lap. ഞാൻ ഇത് ചെയ്തിട്ട് വരുന്നില്ല. Okay, so the coming of the Lord is very very near. നമ്മൾ പല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വചനത്തിൽ നിന്ന് തന്നെ ഒരു സൈഡിൽ കൂടെ നമ്മൾ നോക്കി, ഹോസയുടെ ബുക്കിൽ നിന്ന് നോക്കി, പിന്നെ യേശുക്രിസ്തു അത്തിവൃക്ഷത്തെ നോക്കി പറയുന്ന സംഭവത്തിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കി. 2-3 ആംഗിളിൽ നിന്ന് നമ്മൾ നോക്കി. ഇന്ന് നമ്മൾ നോക്കുന്നത് വേറൊരു ആംഗിളിൽ നിന്നാണ്. ഞാനൊരു പടം കൂടെ കാണിച്ചിട്ട് വിൽ ജസ്റ്റ് ഷോ യു. ഓക്കെ, okay. So now നമുക്കറിയാം, നമുക്കറിയാം ജൂയിഷ് കലണ്ടറിൽ അവർക്ക് പ്രധാനമായിട്ടും 7 festivals are uള്ളത്. 7 feasts are there. One is called the Passover feast. Second, unleavened bread-ന്റെ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഫീസ്റ്റ്. 3ാമത് ഫസ്റ്റ് ഫ്രൂട്ട്സ്. 4ാമത് പെൻഡക്കോസ്റ്റ്. 5ാമത് ട്രംപറ്റ്സ്, ഫെസ്റ്റിവൽ ഓഫ് ട്രംപറ്റ്സ്. 6ാമത് അറ്റോൺമെന്റ്. 7ാമത് അതാണ് ഇവിടെ കാണുന്നത്.
the Feast of Tabernacle. Yeah. So, first is Passover. Second is unleavened bread. Third is first fruits. Fourth, Pentecost. Then the Feast of Trumpets. And next is Atonement. And the final one is Feast of Tabernacle. Now, the unleavened bread speaks of the total sinlessness of Jesus Christ. Okay? And Bible says he was a lamb without defect that was sacrificed as a Passover. Okay? യേശുവിൽ വിശ്വസിക്കുന്നവനും അത് മനസ്സിലാവും. He was the unleavened bread. We'll see a verse from the Bible. And he was a lamb that was slain, that was sacrificed as a Passover. So, നമ്മൾ 1 John 3:5, and this I will read. You know that he appeared in order to take away sins. നമ്മുടെ പാപങ്ങൾ എടുക്കാനായിട്ട്. And in him, അവന് പാപമില്ലായിരുന്നു. 2 Corinthians 5:21. സിസ്റ്റർ ജൂരി ഒന്ന് വായിക്കുക. 2 Corinthians 5:21. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. Sorry. Okay, let me just say, he is the unleavened bread on whom we fed. John 6:35 വായിക്കാം. Then Jesus, അത് കഴിഞ്ഞ് യേശു പറയുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 6:35 പറയുന്നുണ്ട്, Jesus declaring, I am the bread of life. Okay? And so we see that നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് the feast of Passover-ഉം unleavened bread-ഉം ഫസ്റ്റ് ഫ്രൂട്ടും. ഓക്കെ? ബിക്കോസ് ബൈബിൾ പറയുന്നത് യേശുവാണ് ആദ്യഫലം. യേശുവാണ് ആദ്യഫലം. അപ്പം ആൻഡ് ഫീസ്റ്റ് ഓഫ് ഫെസ്റ്റിവൽ ഓഫ് പെൻഡക്കോസ്റ്റ് ഓൾസോ നമുക്കറിയാം, അത് 4 ഓൾറെഡി കഴിഞ്ഞു. ഇനിയിപ്പോൾ വരാനുള്ളത് ഫെസ്റ്റിവൽ ഓഫ് ട്രംപറ്റ്സ് ആണ്. അത് നമ്മുടെ റാപ്ഷൻ്റെ സമയത്ത് ആണ് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പം 7 4 കഴിഞ്ഞു. 5ാമത്തത് ഫീസ്റ്റ് ഓഫ് ട്രംപറ്റ്സ് ആണ്. അറ്റോൺമെന്റ് ഈസ് സംതിങ് കണക്റ്റഡ് ടു ജൂസിന് വേണ്ടിയിട്ടാണ്. ടാബർനാക്കിൾ അവിടെ ഉദ്ദേശിക്കുന്നത് മിലാനിയം റൂളിനെ കുറിച്ചാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സോ നമുക്കറിയാം 1 2 3 4 ഓൾറെഡി കഴിഞ്ഞു. അപ് ടു ദ ഫെസ്റ്റിവൽ ഓഫ് പെൻഡക്കോസ്റ്റ് ഓൾറെഡി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉള്ളത് ബാക്കി 3 അതിൽ 5ാമത്തത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അപ്പം ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് നമ്മളെല്ലാവരും ഏറ്റവും പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. We all should be extremely careful. We all should be extremely prepared for the coming of the Lord. ആ ഫ്ലൈറ്റിൽ കയറി പോണം. ഓക്കെ? ആ ഫ്ലൈറ്റിൽ കയറിപ്പോയാൽ മാത്രമല്ല, നമുക്ക് 2 വാക്യങ്ങളൊക്കെ. 1 Corinthians 3:10-15 വരെയുള്ള വാക്യങ്ങൾ സിസ്റ്റർ ജൂലി വായിക്കണം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 10-15 വരെയുള്ള വാക്യങ്ങൾ. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു. താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോട് വെളിപ്പെട്ടു വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്ന വിധം എന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും. താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. ഇവിടെ കർത്താവിന്റെ വചനം പറയുന്നത് എന്താണ്? ആ സമയത്ത്
നമ്മൾ എടുക്കപ്പെട്ടതിന് ശേഷം അവിടെ ഒരു നമ്മുടെ രക്ഷ എന്നുള്ളത് കൃപയുണ്ടാണ്. കൃപയാലാണ് രക്ഷ സംഭവിക്കുന്നത്. എന്നാൽ നമ്മുടെ പ്രവൃത്തിക്ക് അനുസരിച്ചായിരിക്കും നമ്മൾക്ക് പ്രതിഫലം കിട്ടുക എന്നുള്ളത്. നമ്മുടെ പ്രവൃത്തി അനുസരിച്ചാണ് പ്രതിഫലം കിട്ടുന്നത്. രക്ഷ എന്നാലെന്നോ കൃപയാലത്രേ. അപ്പം നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രവൃത്തികളും ഇവിടെ പറയുന്നുണ്ട്, ആ അടിസ്ഥാനത്തിന്മേൽ, ഏത് അടിസ്ഥാനം എന്ന് പിന്നെ നമുക്ക് കാണാം. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വെളിയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ വെളിപ്പാക്കും. അത് തീയോട് വെളിപ്പെട്ടു വരും. ഓരോരുത്തൻ്റെ പ്രവൃത്തി എന്ന വിധം എന്ന് നീ തന്നെ ശോധന ചെയ്യും. ഓക്കെ, ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കും എങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഓക്കെ, ഒരുത്തൻ്റെ പ്രവൃത്തി വെന്തു പോകിയാൽ അവന് ഛേദം വരികയും എന്നാൽ അവൻ രക്ഷിക്കപ്പെടും. എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ മുമ്പിലുള്ള ആ റിവാർഡ് ഡേ അല്ലെങ്കിൽ അവാർഡ് ദിവസം, ഓക്കെ, നമ്മുടെ എല്ലാവരുടെയും പ്രവൃത്തി ശോധന ചെയ്യപ്പെടും. കർത്താവ് വിളിച്ചിരിക്കുന്ന വിളി, നമ്മളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്ത കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൻ്റെ രീതികൾ അല്ലെങ്കിൽ ഡീഡ്സ് ഓഫ് അവർ ലൈഫ്, ഇതെല്ലാം ശോധന ചെയ്യപ്പെടും. ആദ്യത്തെ ഫ്ലൈറ്റിൽ കയറിപ്പോയാലും, അല്ലെങ്കിൽ കയറിപ്പോകുന്നവരുടെ കാര്യമാണ് പറയുന്നത്, ഫസ്റ്റ് ഫ്ലൈറ്റിൽ കയറിപ്പോയോ അത് തന്നെ ഭയങ്കര ഇതാണ്. അതിനുശേഷം നമ്മുടെ പ്രവൃത്തികൾ, രീതികൾ, നടപ്പുകൾ, വഴികളെല്ലാം ശോധന ചെയ്യപ്പെടും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ അതീവ ഗൗരവത്തോടുകൂടി നമ്മുടെ പ്രവൃത്തികൾ ശോധന ചെയ്യുക. അതുകൊണ്ട് വരുത്തേണ്ട മാറ്റങ്ങൾ നമുക്ക് വരുത്തുവാൻ സാധിക്കട്ടെ. നമ്മൾ ഈ പറഞ്ഞ പോലെ വൈക്കോലോ വേറെന്താ പറഞ്ഞിരിക്കുന്നത്, കല്ല്, മരം, പുല്ല്, വൈക്കോൽ, ആ രീതിയിലുള്ള പണികളൊന്നും ആയിരിക്കരുത്. കാരണം അത് ആ ദിവസം കർത്താവിൻ്റെ കോടതിയിൽ തീ കൂടെ നമ്മുടെ പ്രവൃത്തികളെ ശോധന ചെയ്യുമ്പോഴത്തേക്ക് ചിലരുടെ പ്രവൃത്തികൾ വൈക്കോലോ പുല്ലോ അതുപോലുള്ള സാധനങ്ങളാണെങ്കിൽ അതൊക്കെ കരിഞ്ഞു പോകും. നല്ല പ്രവൃത്തിയെങ്കിൽ അവർക്ക് കിരീടം ലഭിക്കും. മറ്റുള്ളവർക്ക് അത് ലഭിക്കണമെന്നില്ല. സോ അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവർക്കും നല്ല പ്രതിഫലം കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ പക്ഷെ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം കാര്യമല്ല. അപ്പം നമ്മൾ പ്രവൃത്തി ചെയ്യുന്നവരായിരിക്കണം, നല്ല പ്രവൃത്തി ചെയ്യുന്നവരായിരിക്കണം. നല്ല പ്രവൃത്തി ചെയ്യുക എന്നുള്ളത് ഒറ്റ വാക്കി പറഞ്ഞാൽ അവനവന് വേണ്ടി ജീവിക്കാതെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരായിരിക്കുക. നമ്മുടെ ചിന്തയിലും നടത്തത്തിലും രീതികളിലും സംസാരത്തിലും എല്ലാത്തിലും നമ്മൾ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഫലങ്ങൾ കായ്ക്കുന്നവരായിരിക്കണം. ആമേൻ. അപ്പം അങ്ങനെ ലെറ്റ് ഇറ്റ് ബി സോ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പം നമ്മൾ വായിച്ച വാക്യത്തിൽ വായിച്ച 10-15 വരെ അതിൻ്റെ അകത്തൊരു വാക്യം പറയുന്നുണ്ട്. Paul പറയുന്നുണ്ട്, I have laid a foundation as a wise builder and someone else is building on it, but each one should build with care. And for no one can lay any foundation other than the one that is already laid, which is Jesus Christ. Okay. ഇപ്പൊ കർത്താവ് നൽകിയിട്ടുള്ള let me see that verse once again.
No one can lay any foundation other than the one already laid, which is Jesus Christ. Okay? അപ്പൊ യേശു ആകുന്ന അടിസ്ഥാനത്തിൽ വേണം നമ്മൾ പണിയുവാൻ. ഓക്കെ? അപ്പൊ നമ്മളൊക്കെ പറയായിരിക്കും നമ്മളെല്ലാവരും യേശുവില്ല പണിയുന്നതെന്ന് പറയും. പക്ഷെ അതിലെന്തുമാത്രം യാഥാർത്ഥ്യമുണ്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ യേശുവിന് വേണ്ടി ഇപ്പോൾ നമ്മൾ പറയും ഇതൊക്കെ നമ്മളെല്ലാം യേശുവിന് വേണ്ടി ജീവിക്കുന്നതെന്ന് പറയും. പക്ഷെ നമ്മുടെ കണ്ണും പ്രാർത്ഥനയൊക്കെ നമുക്ക് ഇതെല്ലാം എൻ്റെ ജോലി, എൻ്റെ ഇത് അങ്ങനത്തെ കാര്യങ്ങളാണ്. നമുക്ക് ആത്മാക്കളെക്കുറിച്ചൊരു തീക്ഷ്ണത ഇല്ലാത്തവരാണ് കൂടുതലും. സഭയുടെ കാര്യങ്ങളിൽ, അതായത് സഭ എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ശരീരമാകുന്ന സഭ, യാതൊരു തീക്ഷ്ണതയില്ല. കൂട്ടു സഹോദരങ്ങള് അവരെ നോക്കാനോ സഹായിക്കാനോ അതൊന്നും ചെയ്യാതെ നമ്മൾ എങ്ങനെ ക്രിസ്തുവിൽ ജീവിക്കാന്ന് പറയുന്നത്? കാരണം ക്രിസ്തുവിൽ ജീവിച്ച് ഫലം കായ്ക്കുക എന്ന് നമ്മൾ എങ്ങനെ പറയും? മറ്റുള്ളവരുടെ സുവിശേഷം അറിയിക്കുക, അതിന് നമ്മൾ മടി കാണിക്കുന്നെങ്കിൽ പിന്നെ എങ്ങനെ നമ്മൾ ക്രിസ്തുവിൽ ജീവിക്കുകയാണെന്ന് നമുക്ക് പറയാൻ പറ്റും? അല്ലെങ്കിൽ ക്രിസ്തുവിൽ ജീവിച്ച ഫലം കായ്ക്കുകയാണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? സോ അപ്പോൾ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കണം, നമ്മളതിനെക്കുറിച്ച് ഗൗരവമായിട്ട് ചിന്തിക്കണം. എന്നിട്ട് നമ്മുടെ തീരുമാനങ്ങൾ മാറ്റേണ്ട സ്ഥലത്ത് മാറ്റി തീരുമാനിക്കണം. അങ്ങനെയെങ്കിലേ നല്ല പ്രവൃത്തികൾ ഉണ്ടാകത്തുള്ളൂ. Amen. So in the book of Hebrews chapter number 6 verse number 1 and 2 വാക്യം വായിക്കാം. Hebrews chapter 6 verse number 1 and 2. So let me read first in English and then അത് കഴിഞ്ഞിട്ട് ജൂലിക്ക് വായിക്കാം മലയാളത്തിൽ. Therefore leaving the discussion of the elementary principles of Christ, let us go on to perfection, not laying again the foundation of repentance from dead works and of faith towards God, and the doctrine of baptisms, of laying on of hands, and of resurrection of the dead, and of eternal judgment. Sister Julie, in the വായിക്കുക. Book of Hebrews chapter 6 verse 1 and 2. നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. ജൂലി, അതിനകത്ത് മലയാളത്തില് ബാപ്റ്റിസത്തെ കുറിച്ച് ഒന്നുകൂടെ വായിച്ചത്? സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം. സ്നാനങ്ങൾ എന്നാണോ? സ്നാനങ്ങൾ. Okay, that's correct. So, okay. So that is correct. So now, see, ഇതിൻ്റെ ആദ്യം repentance from acts or deeds that lead to death. Okay? Repentance from acts that lead to death. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19 തൊട്ട് 21 വാക്യങ്ങൾ. ഗലാത്യർക്കുള്ള ലേഖനം 5-ാം അധ്യായം 19, 20, 21. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവയെന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയും.
ഈ വക പ്രവർത്തിക്കുന്നവര് രക്ഷിക്കപ്പെട്ടാലും സ്നാനപ്പെട്ടാലും അന്യഭാഷ പറഞ്ഞാലും ദൈവരാജ്യം പ്രാപിക്കുകയില്ല. അവര് പ്രവചിക്കുമായിരിക്കും, രോഗശാന്തി ചെയ്യുമായിരിക്കും, പക്ഷെ ഈ വക ഉള്ളത് ഇതൊരു ചെറിയ ഇപ്പൊ വായിച്ച നമ്മളൊരു ചെറിയ ലിസ്റ്റാണ്. ഇതുപോലെ തന്നെ വേറെ ലിസ്റ്റ് ഉണ്ട്, റോമാലയനത്തിൽ പറയുന്നുണ്ട്, അതിപ്പോൾ വായിക്കാൻ സമയമില്ല. പക്ഷെ എന്നാലും ദ സം ടോട്ടൽ ഓഫ് ഇറ്റ് ഈസ് ഓൾ ദിസ് ഹിയർ. Acts of the flesh are obvious: sexual immorality, impurity. Impurity എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തയിലാകാം, മനസ്സിലാകാം, പ്രവൃത്തിയിലായിരിക്കും. ഓക്കെ, impurity, indecency, corruption of character. കൈക്കൂലി നടക്കുക, corruption of character, idolatry, witchcraft, hatred, discord, jealousy, അസൂയ, rage, selfish ambition, സ്വന്തമായിട്ട് മാത്രം ചിന്തിക്കുന്നവർ, selfish ambition, factions, envy, കുശുമ്പ്, drunkenness, മദ്യപാനം, അതുപോലത്തെ കാര്യങ്ങൾ. ഓർഗീസിന്റെ അർത്ഥം എന്നാ? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദ വേർഡ് ORGIES? Okay, envy, drunkenness and things like that. So ഇവിടെ പൗലോസ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, so therefore I warn you, as I did before, that those who live like this will not inherit the kingdom of God. Amen. So it is very clear. ഒന്നാമത്തെ ഫ്ലൈറ്റിൽ കയറി പോകണമെങ്കിൽ we need to repent from deeds and actions that lead to death. We need to repent. നമ്മൾ മാനസാന്തരപ്പെടണം. Amen. And രണ്ടാമത്തെ കാര്യം, faith in God. It's a second doctrine. So now ഇപ്പൊ നമ്മൾ വായിച്ച വാക്യത്തിൽ ആദ്യം പറയുന്നത് these are the elementary things. ഇത് ബൈബിൾ നമ്മളോട് പറയുന്ന അവസാനത്തെ കാര്യമല്ല. These are the elementary, these are the starting points. ഇവിടെയാണ് ഒരുവന്റെ ക്രിസ്തീയ ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒരുവന്റെ ക്രിസ്തീയ ജീവിതം തുടങ്ങുന്നത്, ആരംഭിക്കുന്നത്. ഈ പറഞ്ഞ ആറ് ഡോക്ട്രിൻസ് ഉണ്ട്. ഇതായിരിക്കണം നമ്മുടെ അടിസ്ഥാനം. Amen. So repentance and faith, then faith in God. പിന്നെ മൂന്നാമത് പറഞ്ഞ കാര്യമാണ് ബാപ്റ്റിസത്തെ കുറിച്ച്. ഓക്കെ, നമ്മുടെ മലയാളം ബൈബിൾ ഇപ്പം നമ്മൾ വായിച്ചു, ഇംഗ്ലീഷ് ബൈബിളിലുള്ളത് ഈസ് ടോക്കിംഗ് അബൌട്ട് ബാപ്റ്റിസംസ്. സ്നാനങ്ങളാണ്. ഇപ്പൊ എന്താണ് സ്നാനങ്ങൾ? There are minimum three types of baptism there. നമ്മൾ വചനം നോക്കി അറിയാം. Minimum three types or three categories of baptism. The number one is baptism into Christ. യേശുവിലേക്ക് ചേരുന്ന ബാപ്റ്റിസം. Okay? The book of Galatians chapter number 3 verse number 26 and 27 ഒന്ന് വായിക്കാം. Galatians chapter 3 verse number 26 and 27. ജൂലി ഒന്ന് വായിക്കാം. ജൂലി. ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും ഏവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ധരിച്ചിരിക്കുന്നു. ഇവിടെ പറയുന്ന for you are all sons of God through faith in Christ Jesus.
For as many of you were baptized into Christ have put on Christ. For as many as of you who were baptized have put on Christ. Amen. അപ്പോൾ നമുക്കറിയാം ബാപ്റ്റിസം എന്നുള്ള വാക്ക് ബാപ്റ്റിസോ എന്നാണ് വരുന്നത്. ബാപ്റ്റിസോ മീൻസ് നമ്മൾ ഇമേർഷൻ, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മുങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ യേശുവിൽ ഒരു വീണ്ടും ജനനം, നമുക്ക് വേറെ വാക്യങ്ങളുണ്ട്, നമുക്ക് സമയമില്ല. അപ്പോൾ യേശുവിൽ ഒരു വീണ്ടും ജനനം പ്രാപിക്കുമ്പോഴത്തേക്ക് ആ വ്യക്തി യേശുവിലാണ് മൊത്തം മുങ്ങുന്നത്. യേശുവിൽ മുങ്ങുമ്പോഴത്തേക്ക് he will put on Christ. ഓക്കെ. രണ്ടാമതാണ് വാട്ടർ ബാപ്റ്റിസം. വാട്ടർ ബാപ്റ്റിസം അല്ലെങ്കിൽ ജലത്താലുള്ള സ്നാനം. ജലത്താലുള്ള സ്നാനം എന്ന് ഞാൻ എന്താണ്? പാപത്തോട് മരിക്കുക. യേശുവിൻ്റെ അടക്ക്, പുനരുത്ഥാനം. See, what is actually water baptism? Water baptism is an outward expression of an inward truth that has been revealed to you. It is an outward expression. Water baptism is an outward expression of an inward truth. നിന്റെ ഹൃദയത്തിന് വെളിപ്പെട്ട സത്യത്തിനെ നീ ജലത്താൽ സാക്ഷീകരിക്കുന്നു. അപ്പൊ വെളിപ്പെട്ട് വന്ന സത്യം എന്നാണ്? യേശു മരിച്ചപ്പം ഞാൻ മരിച്ചു. ഞാൻ മരിച്ചു എന്ന് എനിക്കത് വെളിപ്പെട്ടാൽ ഞാൻ പാപത്തോട് മരിച്ചു. അതാണ് എൻ്റെ അർത്ഥം. വെള്ളത്തിൽ മുങ്ങിയിട്ട് വീണ്ടും പാപം ചെയ്ത് ഞാൻ ആ ചെയ്ത പ്രവൃത്തിക്ക് വൃഥയായിപ്പോകും. So it's an outward expression of an inward truth that has been revealed to you. So it is so important that we who have taken water baptism, you should know that we have died to sin. We are dead to sin. അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മൾ ആ പുതിയ ജീവനോട് നമുക്ക് ഉയർത്തെഴുന്നേൽക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയെങ്കിലേ the new man in Christ becomes operative. ഇപ്പൊ നമ്മള് പാപിയായ ഒരുവൻ ജലത്താൽ സ്നാനം എടുക്കാൻ പോവാണ്. അവൻ പാപിയായവന് അവന് മനസ്സിലായി, ഞാൻ സ്നാനം എടുക്കാൻ പോവാണ്. ഞാൻ എന്തിനെടുക്കുന്നത്? ഞാൻ യേശു മരിച്ച പോലെ ഞാൻ പാപത്തോട് മരിക്കാൻ പോവാണ്. ഞാൻ ജലത്തിൽ നിന്ന് കയറി വരുമ്പോഴത്തേക്ക് യേശു ഉയർത്തെഴുന്നേറ്റ പോലെ യേശുവിൻ്റെ സ്വഭാവത്തില്, ആ ചിന്തയിൽ, ആ രീതികളിൽ, ആ വഴികളിൽ നടക്കുവാന്, ആ വഴികളിൽ നടക്കുന്നതിനും ആ രീതിയിൽ ചിന്തിക്കുവാനുമായിട്ടാണ് പുതിയ ജീവൻ, ക്രിസ്തുവിലുള്ള പുതിയ സൃഷ്ടിയായി നമ്മൾ രൂപാന്തരപ്പെടുത്തുക. അപ്പൊ ആ പുതിയ സൃഷ്ടി നമ്മളിൽ the new man in Christ. See, when we come out from the water, we are saying that in a way, before ever you get into the water, you know that though you are dying to sin, when you come out of the water, you are coming with a new life. And that life is a life in Christ. That life is a life of victory and success. അല്ലെങ്കിൽ വെറുതെ വെള്ളത്തിൽ പോകുന്നതിന് മുമ്പും പാപി, വെള്ളത്തിൽ കയറി വരുമ്പോഴും പക്ഷേ that is not the way. We cannot devalue the doctrine of baptism in water. We cannot. ഇപ്പൊ നമ്മൾ ഗലാത്യ ലേഖനത്തിൽ വായിച്ചില്ലേ?
കുശുമ്പ്, അസൂയ, immodesty, indecency. I mean, those are things that leads to death. അപ്പൊ അതിനോടാണ് നമ്മൾ മരിച്ചത്. See, I think I should go there once again. Sexual immorality, impurity, indecency, corruption, adultery, witchcraft, hatred, discord, jealousy, fits of rage, selfish ambition, factions, envy, drunkenness. പിന്നെ ഒരു വാക്കുണ്ട്, എനിക്ക് എൻ്റെ അർത്ഥം അറിയത്തില്ല. What is it? Okay, എന്താ? What do you mean by that? Okay, so ഇതിനോടൊക്കെയാണ് നമ്മൾ മരിച്ചത്. പിന്നെ എങ്ങനെ നമുക്ക് then how can we continue in that? So water baptism is so important. It is not the act of going into the water and coming out of water. It is a decision that you take before getting into the water, that you are dying to sin. And with the belief that as Jesus rose from the dead, യേശു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ പോലെ ഞാൻ ജലത്തിൽ നിന്ന് ജലത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ I am manifesting that life. അതാകുന്നു water baptism. Amen. Hallelujah. Well, the third baptism is the baptism of the Holy Spirit. So there are three baptisms. One is the baptism into Christ. Second is a water baptism, which is nothing but death to sin and alive in Christ. That is why you identify yourself that when Jesus died on the cross, you died on the cross. When he was crucified, you were in him. When he died on the cross, you died in him. When he went into hell, you went into hell in him. When he defeated Satan and every other demons in the hell, you were in that victory in Christ Jesus. When he rose again, you also rose again in Christ Jesus. And today, he is seated at the right hand of Father, representing you and me in my name, in your name. And you are here on this earth as his ambassadors, representing Jesus in his name here on earth. That is the gospel. That is what water baptism is. See, എനിക്കറിയാം maybe ഒരു വർഷം മുമ്പ്, maybe ഒരു വർഷമാണോ 2 വർഷമായി കാണാം, 2 വർഷമായി കാണാം, around 2 years back, ഡോക്ടർക്ക് ഓർക്കുന്നുണ്ടോ? Yeah, she knows, even though I have not told her who it is, but she knows what I'm trying to say. See, ഒരു വ്യക്തി ഉണ്ടായിരുന്നു, and it's 2 years, 2 വർഷമായി, 2 years. So ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അപ്പം ആ വ്യക്തിക്ക് കുറച്ച് ആഴ്ചകൾ വരുന്നുണ്ടായിരുന്നു ചർച്ചത്. ആൻഡ് മേ ബി എത്ര നാൾ വന്നു? ഒരു മാസം, 6-7, കുറച്ച് നാളുണ്ടായിരുന്നു, 2 മാസം ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ one day the Lord touched her, and then within 2-3 weeks she said she wanted to be water baptized, and she was water baptized, and it was it was a big thing, and that she got water baptized. And
Actually, it was a celebration of that day. And she got water baptized. Then after that, how much സ്നാനം എടുത്തിട്ട് ഒരു മാസം കൊണ്ട് ചർച്ച് വന്നു. ചർച്ച് അതല്ല എൻ്റെ അകത്ത് പറയാൻ പോകുന്നത്. She was here for another 1 month. So then what happened? സ്നാനത്തിന് മുമ്പ് അവൾ എങ്ങനെയായിരുന്നു അതേ ജീവിത രീതികൾ സ്നാനം കഴിഞ്ഞിട്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണെങ്കിൽ ഒരുപക്ഷെ കുറച്ചൊരു പബ്ലിക്കായിട്ട് ഇപ്പോഴാണെങ്കിൽ കുറച്ചൊരു പബ്ലിക്കായിട്ടാണ്. അപ്പൊ ഡോക്ടറിനോട് പറഞ്ഞു, ഫസ്റ്റ് ഞാൻ ഇപ്പൊ now it is 2 years. പറഞ്ഞു, let me go and talk to that person, let me go and all those things. So see, Bible says in the book of Hebrews, ഒരുവൻ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വരികയും ക്രിസ്തുവിന്റെ സ്നേഹം അറിയുകയും എന്നിട്ട് അവൻ പിന്മാറിയാൽ അവനെ രക്ഷിക്കാൻ യാതൊരു സുവിശേഷവും ഈ ലോകത്തില്ല. There is no gospel that can save a person if he has gone back out of Christ. What awaits them is fire. That's what the gospel says. Book of Hebrews says. That's what awaits them. ഇപ്പം വചനം പറഞ്ഞിട്ട് അതിനെതിരെ നമ്മൾ പിന്നെ അവർ പറയപ്പോ it's a waste of time. That's what book of Hebrews 4, chapter number 4, verse number 4 to 6 says. Hallelujah. So let us get back to the and get back to what we just stopped. So there are 3 types of baptism. Baptism into Christ, and I will close it here. See, actually I said the third is a baptism of the Holy Spirit. Actually that word there is, it's actually an infilling of the Holy Spirit. I will change it to an infilling of the Holy Spirit. Because see, infilling of the Holy Spirit. And I mean what I mean by that is that, I mean that is more correct. എന്ന് പറഞ്ഞാൽ see നമ്മൾ ജലത്തിൽ സ്നാനം എടുക്കുമ്പോൾ now you have to assume that water is all over you, but water doesn't go inside. All right, now when you give your heart to Jesus, you are being baptized into Christ. Now the next experience, or the third thing that I said, is that see, the so-called nammal baptism of the Holy Spirit is actually infilling of the Holy Spirit. You overflow in the Holy Spirit. Baptism is something that it forms an envelope over you. See, when you give your heart, you put on Christ. You put on Christ. Okay. So now whichever be the case, that's what I said. So water baptism is so important, and nammada jeevathile water baptism is so important, and one should have. That means that I'm dead to Christ. I'm dead to sin. Now, then how practical is it? How practical is it? See, Romalayanathe പറയുന്നത് എന്താണെന്ന് വെച്ചാൽ you have to see, when we believe the Bible, we got to believe the Bible from Genesis to Revelation. The way to death to sin is that you have to consider. Romalayanathe പറയുന്നത് likewise. See, likewise. യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് പറയുന്നത്.
എനിക്കൊന്ന് 4-6 അധ്യായത്തിൽ പറയുന്നത് യേശുവിനെ കുറിച്ചാണ് പറയുന്നത് അതിന് മുമ്പത്തെ ഭാഗങ്ങൾ. അത് കഴിഞ്ഞിട്ട് പറയുന്നത് likewise consider yourself dead to sin. Likewise consider yourself dead to sin എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ പാപത്തോട് മരിച്ചു എന്ന് you have to consider. നീ പാപത്തോട് മരിക്കാൻ വേണ്ടി ശ്രമിക്കുകയല്ല ചെയ്യുന്നത്. You are not trying to die to sin. You are not trying to die to sin. But instead, you have to consider that you are dead to sin. Now, when you consider that I am dead to sin, then how can you sin? It's already dead, right? Let us close here. We'll just continue. Okay? Not particular. Any verse you got? No. Okay. We'll continue, and not specifically on this topic that I said. We'll start on a different one tomorrow. But then all this, I'm laying foundation for the end time teaching that which I plan to take sometime from next month onwards. Okay, let's pray. കർത്താവേ, ഞങ്ങളെ ഏറ്റവും അധികം സ്നേഹിക്കുന്നവനായ ദൈവമേ, അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. Merciful Father, gracious Jesus, I give you the praise, I give you the honor. I thank you for you being my Father, that you have grafted us into the olive tree and the fig tree of God. We just thank you for all that you have done in and through us, O God. And Father, we thank you for your word. And Father, I lift up every person, including me and everyone, those that are listening, those who have listened to this word. And Father, I pray that, O God, may each one of us, every one of us, beginning from me, O Master, Lord, let there be a change in our ways, change in our deeds, change in our thoughts. And let each one of us manifest Jesus Christ in words and in deeds, in actions. And may every one of us manifest Jesus here on this earth. And Father, as we are preparing for the soon coming of Jesus Christ in the mid-air, and Father, we thank you for that time. Thank you for the crowns that you have prepared for us, O God. We just thank you in Jesus' precious name. Amen and amen. Amen. So, Devam Samarthama അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും. നാളെ വൈകിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇത് ഈ ടീച്ചിങ്സ് നിങ്ങൾക്ക് അനുഗ്രഹമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. And I believe, but this is the word. This is what the word is. Okay, so this is what it is, and this is the truth. Amen. God bless you all. Okay, let us share the benediction. With the grace of our Lord Jesus Christ, love of God the Father, sweet communion and fellowship with the Holy Spirit be with us now and forever. Amen and amen. God bless.